दुआ करना। आमीन। अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अशहदु अल्ला इलाहा इल्लल्लाह अशहदु अल्ला इलाहा इल्लल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह हय्या अलस सलाह हय्या अलस सलाह हय्या अलल फलाह हय्या अलल फलाह अल्लाहु अकबर अल्लाहु अकबर ला इलाहा इल्लल्लाह। अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका
المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. आयत का तर्जुमा है, तू कह दे कि मेरे रब ने പറയുക, എന്റെ നാഥൻ നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് കൽപ്പിച്ചിരിക്കുന്നു. ഓരോ മസ്ജിദിലും നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് നേരെ തിരിക്കുക. കീഴ്വണക്കം അവനെ മാത്രം അർപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ അവനിലേക്ക് നിങ്ങൾ മടങ്ങുന്നതാണ്. ആദം സന്തതികളെ, ഓരോ മസ്ജിദിലും നിങ്ങളുടെ അലങ്കാരം ലിബാസെ തക്വ സ്വീകരിച്ചുകൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. എന്നാൽ ഒന്നിലും അമിതത്വം കാണിക്കരുത്. നിശ്ചയമായും അമിതത്വം പ്രവർത്തിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ വെസ്ബൻ അഹമ്മദികൾക്ക് അഥവാ ഓസ്ട്രേലിയ അഹമ്മദികൾക്ക് ഇവിടെ ഒരു മസ്ജിദ് തന്നെ നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിന് എത്ര തന്നെ നന്ദി രേഖപ്പെടുത്തിയാലും അത് മതിയാകുന്നതല്ല. ഏകദേശം 15 വർഷം മുമ്പ് നിങ്ങൾ ഈ സ്ഥലം വാങ്ങുകയും ഒരു മിഷൻ ഹൌസും ഒരു ഹാളും നിർമ്മിക്കുകയും ചെയ്തു. അതിൽ നിങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. 2006 ആദ്യമായി ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കെട്ടിടങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടു. ഇപ്പോൾ ശരിയായ രീതിയിൽ മസ്ജിദ് നിർമ്മിച്ചതുപോലുള്ള ആ ഒരു ശോഭ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ജമാഅത്തും ഖിലാഫത്തും തമ്മിൽ നിലനിൽക്കുന്ന ഈ സ്നേഹബന്ധം നമുക്ക് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഇത് യഥാർത്ഥത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തംഗങ്ങൾക്ക് നൽകിയ അധ്യാപനങ്ങളുടെ ഫലമാണ്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ ബന്ധത്തെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബൈഅത്തിന്റെ നിബന്ധനകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒരു സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും അനുസരണത്തിന്റെയും ബന്ധമാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അദ്ദേഹത്താൽ തുടങ്ങിവച്ച ഖിലാഫത്ത് സംവിധാനത്തിലൂടെയും തുടർന്നു വരുന്നത്. ജമാഅത്ത് വ്യാപിപ്പിക്കുന്നതനുസരിച്ച് മസ്ജിദ് നമുക്ക് ആവശ്യമാണ്. അത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഖിലാഫത്തിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാനുള്ള കാരണം കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ചും ലോകത്ത് മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവിൽ ലോകത്തെല്ലായിടത്തും തന്നെ ജമാഅത്തിനോട് ഞാൻ പറയുന്നത് മസ്ജിദുകൾ നിർമ്മിക്കുക എന്നതാണ്. കാരണം ഇത് തബ്ലീഗിനുള്ള ഒരു മാർഗമാണ്.
ये बात सच भी साबित हो रही है। വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ ഇത് സത്യമായി പുലരുകയും ചെയ്യുന്നു. 2006 में 2006 ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇവിടെ നമസ്കാര സെന്റർ ഉണ്ടെന്നത് ശരി തന്നെയാണെങ്കിലും यहाँ बकायदा മസ്ജിദ് मस्जिद की शक्ल में അതിന്റേതായ രൂപത്തിൽ തന്നെ ഇവിടെ നിർമ്മിക്കപ്പെടേണ്ടതാണ്. बात ने അതിന് ജമാഅത്ത് ലബ്ബൈക് പറയുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു. की तमीर के सिलसिले में മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടപ്പോൾ सिलसिले में जो നിങ്ങൾക്ക് പല रोकों से गुजरना पड़ा, തടസ്സങ്ങളും നേരിടേണ്ടി വരികയുണ്ടായി എന്നത് വാസ്തവമാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം मुकामी लोगों के जहनों में कितना मुख्तलिफ है। മസ്ജിദിനെ കുറിച്ചുള്ള പ്രാദേശിക വാസികളുടെ കാഴ്ചപ്പാട് എത്രമാത്രം വ്യത്യസ്തമാണെന്നാണ്. लिए आते थे ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ സെന്റർ ഉണ്ടായിരുന്നതാണ്. നമസ്കരിക്കാൻ ഇവിടെ ജനങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ്. मनसूबा मंजूर ജമാഅത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടാകും. എന്നാൽ മസ്ജിദ് നിർമ്മാണത്തിനുള്ള പ്ലാൻ അനുവാദത്തിനായി സമർപ്പിക്കപ്പെട്ടപ്പോൾ आखिर അയൽവാസികൾ എതിർക്കുകയുണ്ടായി. അവസാനം അള്ളാഹു ഫദ്ല് ചെയ്യുകയും मुझे रिपोर्ट मिली है उसके मुताबिक 8-9 എനിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 8-9 മാസത്തെ പ്രയത്നത്തിന് ശേഷം കൌൺസിൽ അനുവാദം നൽകുകയുണ്ടായി. में क्वींसलैंड में जमात अहमदिया की बाकायदा मस्जिद ക്യൂസ്ലാൻഡ് എന്ന ഈ സ്റ്റേറ്റിൽ की तमीर അഹമ്മദിയ ജമാഅത്തിന്റെ പ്രഥമ മസ്ജിദിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഡിസംബർ 2012 ശേഷമാണ് ഈ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മനോഹരമായ ഈ ഒരു മസ്ജിദ് ലഭിച്ചിരിക്കുകയാണ്. മസ്ജിദ് നിർമ്മാണത്തിലും पहली इमारतों की दुरुस्ती वगैरह पर ആദ്യ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണത്തിനുമായി तादाद शुमार मेरे पास आए हैं। उसके मुताबिक $4.5 മില്യൺ ചിലവഴിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ കണക്കുകൾ പറയുന്നത്. बोलकर कुर्बानियां സഹോദരി സഹോദരന്മാർ മനസ്സ് തുറന്ന് ധനത്യാഗം ചെയ്യുകയുണ്ടായി. कि एक दोस्त ने $1,25,000 ഒരാൾ നൽകിയെന്നും മറ്റൊരാൾ $100,000 നൽകിയെന്നും എന്നോട് പറയുകയുണ്ടായി. बल्कि ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ കഴിവിനതീതമായി കൂടുതൽ ത്യാഗങ്ങൾ പലരും ചെയ്യുകയുണ്ടായി. जमात अहमदिया की ख्वातीन की ജമാഅത്തിലുള്ള രീതി അനുസരിച്ച് यहाँ भी अपने जेवर ഇവിടെയും സ്ത്രീകൾ തങ്ങളുടെ ആഭരണങ്ങൾ മസ്ജിദിനു വേണ്ടി നൽകുകയുണ്ടായി. तमाम कुर्बानी करने वाले ത്യാഗം ചെയ്യുന്ന എല്ലാവർക്കും इनके अमवालों അള്ളാഹു തആല അളവറ്റ അനുഗ്രഹങ്ങൾ നൽകട്ടെ. लेकिन അവരുടെ അംഗങ്ങളിലും ധനത്തിലും വർധനവ് നൽകുമാറാകട്ടെ. कि ये कुर्बानी നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ ത്യാഗങ്ങളും സ്നേഹത്തിന്റെയും मोहब्बत और इखलास की रूह ആത്മാർത്ഥതയുടെയും ने ഈ വികാരങ്ങളും के अंदर അനുസരണത്തിന്റെ ഈ മാതൃകകളും के तहत ഒരു അഹമ്മദിയിൽ താൽക്കാലികമായിരിക്കില്ല बल्कि हमेशा ഉണ്ടാകേണ്ടത്. जारी रहने वाले അങ്ങനെ ആകാനും പാടില്ല. എപ്പോഴും നിലനിൽക്കുന്ന മാതൃകകളും വികാരങ്ങളും ആയിരിക്കണം अपने अंदर ही जारी അഹമ്മദിയിൽ ഉണ്ടായിത്തീരേണ്ടത്. वाले जज्बे नहीं ഇത് തങ്ങളിൽ മാത്രം നിലനിർത്താതെ തങ്ങളുടെ और മക്കളിലും തലമുറയിലും रहने वाले जज्बे ഇത് പരിവർത്തിക്കപ്പെടേണ്ടതാണ്. और यही है कि अहमदी की हकीकी अहमदी की ഇതാണ് ഒരു യഥാർത്ഥ അഹമ്മദിയുടെ വികാരം ആയിത്തീരേണ്ടത്. और ये जज्बे ഈ വികാരങ്ങൾ നിലനിൽക്കുന്നത് हम खुदा ताला के हुक्मों पर നാം അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ്. खुदा से നമ്മുടെ सच्चा ദൈവവുമായി സുദൃഢമായ ബന്ധം हम സ്ഥാപിക്കുമ്പോഴാണ്. करने वाले हैं। അതോടൊപ്പം മസ്ജിദിന്റെ കടമകൾ जब हम നിറവേറ്റുന്നവരായി നാം മാറുമ്പോഴാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ദാസന്റെ പയ്യത്തിൽ വന്നതിന്റെ കടമ നിറവേറ്റുമ്പോഴാണ്. हम उस वक्त അതുകൊണ്ട് अदा करने ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് वाले നാം മസ്ജിദിനോടുള്ള കടമ നിറവേറ്റുന്നവരായി മാറുന്നത്. അതിനാൽ बस आज अल्लाह ताला ഇന്ന് അള്ളാഹുവിന്റെ उनमें से बात കൽപ്പനകളിൽ ചിലത് रखूंगा। നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये हक ഇത് പാലിക്കുമ്പോൾ नहीं है।
നാമും നമ്മുടെ മക്കളും ഈ കടമകൾ നിറവേറ്റുന്നവരായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഞാൻ പ്രാരംഭത്തിൽ പാരായണം ചെയ്ത ആയത്തുകൾ സൂറ അറാഫിലെ 30-32 ആയത്തുകളാണ്. ഇവയെല്ലാം മസ്ജിദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ഇവയിൽ ഒരു വിശ്വാസിയിൽ നിന്നും അള്ളാഹു ചില പ്രതീക്ഷകൾ വെക്കുന്നതായി വിവരിക്കുന്നു. മാത്രമല്ല, മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യഥാർത്ഥ ആരാധനയിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യദൃഷ്ടി പതിയുന്നതാണെന്ന് വിശ്വാസികളോട് പറയുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം അള്ളാഹു പറയുന്നത് നീതി നടപ്പിലാക്കുക എന്നതാണ്. നീതി എന്നത് സമൂഹത്തിലെ ഐക്യം നിലനിർത്തുന്നതാണ്. അത് വീട്ടിൽ നിന്നും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇത് നിലനിൽക്കുകയാണെങ്കിൽ ലോകത്ത് സമാധാനം എല്ലാ തലത്തിലും സ്ഥാപിക്കപ്പെടുന്നതാണ്. ഇതിന്റെ കടമകൾ നിറവേറ്റാത്തത് കാരണം ലോകത്ത് കുഴപ്പവും ഫസാദും ഉണ്ടാകുന്നു. നീതി എന്നത് വെറും സാമൂഹിക നീതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സൃഷ്ടികളോട് മാത്രമുള്ള നീതിയല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ കടമകൾ നിറവേറ്റുന്നതിലും നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആരാധന അതർഹിക്കും വിധം നിറവേറ്റുക എന്നത് ആരാധനയോട് കാട്ടുന്ന നീതിയാണ്. ഇതുകൊണ്ടുള്ള നേട്ടം മനുഷ്യന് സ്വയം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഓരോ യഥാർത്ഥ വിശ്വാസിക്കും അവന്റെ ആരാധനയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇതിനോട് നീതി പാലിക്കുക എന്നത് നിങ്ങൾ 5 നേര നമസ്കാരത്തെയും സംരക്ഷിക്കുമ്പോഴാണ്. നമസ്കാരം നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും. ഈ നമസ്കാരത്തോടൊപ്പം നിങ്ങളിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുമ്പോഴാണ്. നമസ്കാരത്തോടൊപ്പം സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുമ്പോഴാണ്. സൃഷ്ടികളോടുള്ള കടമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യാഭർത്ത് ബന്ധം തന്നെ എടുക്കാം. ഭർത്താവിനോട് പറയുന്നത് ഭാര്യയോടുള്ള കടമകൾ നിറവേറ്റുക എന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, അവരോട് മയത്തോടും ലാളിത്യത്തോടും കൂടി വർത്തിക്കുക, അവരുടെ രക്തബന്ധങ്ങളെ പരിഗണിക്കുക, ഭാര്യയുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അവരുടെ ബന്ധുക്കളെയും ബഹുമാനിക്കുക, ഭാര്യമാരുടെ സമ്പത്തിലും അവരുടെ വരുമാനത്തിലും നോട്ടമിടരുത്, കുട്ടികളോടുള്ള കടമ നിറവേറ്റുക, അവരുടെ വിദ്യാഭ്യാസ ശിക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക, മതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരായി അവർ മാറുന്നതിനും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനുമായി നിങ്ങളുടെ മാതൃക പ്രകടമാക്കുക. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ആൺകുട്ടികൾക്ക് 13-14 വയസ്സ് പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ദീനിനോട് താൽപര്യം ഉണ്ടാകുന്നത് അവരുടെ പിതാവിന് മതത്തോട് താൽപര്യമുണ്ടെന്നും ആരാധനയിൽ ശ്രദ്ധിക്കുന്ന ആളാണെന്നും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളാണെന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്ന ആളാണെന്നും അവർ കാണുമ്പോഴാണ്. പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത് മാതാക്കൾക്ക് തങ്ങളുടെ മക്കൾ മതവുമായി ഒട്ടിപ്പിടിച്ചു നിൽക്കണം എന്ന വിചാരം ഉള്ളതായാണ്. ചുരുങ്ങിയ പക്ഷം അവർ ഇത് എന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ദുആക്ക് വേണ്ടി പറയാറുണ്ട്. പുരുഷനോട് കടമ നിറവേറ്റാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾ, ഭാര്യമാർ അവരുടെ കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ നീതി പാലിക്കേണ്ടിയിരിക്കുന്നു. വീടിനോടുള്ള കടമ നിറവേറ്റുക. ഒരു സ്ത്രീയുടെ പ്രഥമ ഉത്തരവാദിത്തം വീടിന്റെ കാര്യങ്ങൾ നോക്കുക എന്നതാണ്.
നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ഭർത്താവിനെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കളെയും ആദരിക്കുക. കുട്ടികളുടെ ശിക്ഷണത്തിലും इस माहौल में खास तौर पर बच्चों की तरबियत പരിപാലനത്തിലും ശ്രദ്ധിക്കുക. ഈ ചുറ്റുപാടിൽ കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. और तवज्जो की जरूरत है. മതപരമായ ശിക്ഷണം നൽകുക എന്നത് माँ और बाप दोनों का काम. മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്തമാണ്. बच्चों को ये बाबर कराने की जरूरत है कि तुम നിങ്ങൾ അഹ്മദി മുസ്ലിങ്ങളാണെന്ന് കുട്ടികളെ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. अहमदी मुसलमान അതിനായി തങ്ങൾ യഥാർത്ഥ അഹ്മദി മുസ്ലിങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കണം. जिम्मेदारियां हैं. सबसे കുട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് ബോധ്യപ്പെടുത്തുക. അതിനായി ആദ്യം മാതാപിതാക്കൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. तुम में നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്ന് കുട്ടികളെ ധരിപ്പിക്കുക. तरबियत हो. ഈ രീതിയിൽ കുട്ടികൾക്ക് നാം ശിക്ഷണം നൽകുമ്പോഴാണ് കുട്ടികൾ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുക. വിവിധ കാര്യങ്ങളാണ് കുട്ടികളോടുള്ള കടമ करने वाली. നീതിപൂർവം നിറവേറ്റുന്നവരായി നമ്മെ മാറ്റുക. अगर माँ बाप മാതാപിതാക്കൾ अमली नमूने नहीं दिखा रहे തങ്ങളുടെ മാതൃക പ്രകടമാക്കുന്നില്ലെങ്കിൽ, കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിലേക്ക് ശ്രദ്ധയില്ലെങ്കിൽ फिर मुआशरे के അവർ നീതി പാലിക്കാത്തവരായി മാറുന്നതാണ്. यहाँ भी ഇതേപോലെ और औरत जो अपने आप സമൂഹത്തിലുള്ള പൊതുബന്ധങ്ങളുണ്ട്. मार करता ഇവിടെയും ഓരോ പുരുഷനും സ്ത്രീയും തങ്ങളുടെ या വിശ്വാസികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ചുരുങ്ങിയ പക്ഷം ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. कि एक दूसरे അതിനാൽ को करने की कोशिश करें. അവർ മറ്റുള്ളവരുടെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. ഇടപാടുകളുണ്ടാകും. അതല്ലെങ്കിൽ ഏതുതരം പ്രശ്നങ്ങളായാലും അവിടെയെല്ലാം നീതിയും ന്യായവും പാലിക്കേണ്ടതാണ്. അള്ളാഹു बात को വിശ്വാസികളുടെ ജമാഅത്തിന് ഒരു ശരീരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. उस वक्त का ഒരു ശരീരം എന്ന ആ അവസ്ഥ സംജാതമാകുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, അവരോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴാണ്, तकाजे पूरे हों. നീതി നടപ്പിൽ വരുത്തുമ്പോഴാണ്. कि किसी हिस्से को तकलीफ हो ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് करता है. വേദന അനുഭവപ്പെടുമ്പോൾ इसी तरह ശരീരം ഒന്നടങ്കം അസ്വസ്ഥമാകുന്നത് പോലെ चाहिए. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മെ അസ്വസ്ഥമാക്കണം. ये फरमाया है ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. जब दुनिया को बताते हैं कि इंसाफ इस तरह നീതിയുടെ പാഠങ്ങൾ എന്താണെന്നും इंसाफ അത് നടപ്പിൽ വരുത്തിയാലാണ് इस्लाम क्या कहता है. ലോകത്ത് സമാധാനമുണ്ടാകുക എന്ന് ഇസ്ലാം പറയുന്നു എന്നുമുള്ള കാര്യം നാം അന്യരോട് പറയുമ്പോൾ അവർ ഇത് കേട്ട് വളരെയധികം പ്രഭാവിതരാകാറുണ്ട്. നാം ഇതിന്റെ മാതൃകകളായി മാറി കാണിക്കുകയും കൂടി ചെയ്യേണ്ടതാണ്. पुरानी तालीम ഇത് വെറും അധ്യാപനം മാത്രമല്ലെന്നും की मोमिनीन का യഥാർത്ഥ വിശ്വാസികളുടെ പ്രവർത്തനം ഇതുപോലെയാണെന്നും परसों यहाँ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. 2 ദിവസം മുമ്പ് പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് गैरों के साथ मुकामी പ്രാദേശിക के साथ ഓസ്ട്രേലിയക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഒരു പരിപാടി നടന്നിരുന്നു. इस बात के അവിടെ സംസാരിച്ചിരുന്ന വിഷയത്തിന്റെ കേന്ദ്രബിന്ദു कि अगर ഇതായിരുന്നു: इंसानों के മനുഷ്യരോടുള്ള കടമ നിറവേറ്റുന്ന കാര്യത്തിൽ നീതി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ, അതിന്റെ സൂക്ഷ്മ വശങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആരാധനകളും വ്യർത്ഥമായിത്തീരുന്നതാണ്, നിരർത്ഥകമായിരിക്കും. ഇനി ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ हकूक की അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും തന്നെ ആരാധനയായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്ന को ആരാധനയുടെ സൗന്ദര്യത്തെ मजीद ഒന്നുകൂടി ഇവ വർദ്ധിപ്പിക്കുന്നതാണ്. बस वो मुसलमान നമസ്കാരത്തിലും नमाजों की बड़ी अहमियत है. ആരാധനകൾക്കും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മുസ്ലിം इस तलाश എപ്പോഴും തന്നെ रहेगा. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് मैं अल्लाह ताला की मखलूक के साथ भी എല്ലാ തരത്തിലും आपके നീതിയിലധിഷ്ഠിതമായ ബന്ധം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ അധ്യാപനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഒരു
അഹമ്മദിയായിരിക്കും. അവനായിരിക്കും ശരിക്കും ഇതിനെ മനസ്സിലാക്കുക. കാരണം അവൻ കാലഘട്ടത്തിന്റെ ഇമാമിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ അവൻ വന്നിരിക്കുന്നു. ഇത് മുഖേന അള്ളാഹുവിന്റെ ഫളിനെ അവൻ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ ആരാധനയുടെ കടമ നിറവേറ്റുന്നതിലും തന്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുന്നതിനും അവന് സാധിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, മാനവരാശിയോട് കാരുണ്യത്തോടെ വർത്തിക്കുകയും അവരോട് സഹതാപം കാണിക്കുകയും ചെയ്യുക എന്നത് വലിയ ആരാധനയാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരു ഉത്തമ മാർഗമാണിത്. ഈ ഒരു മനോഹര അധ്യാപനം ഒരു ഭാഗത്ത് നീതി നിർവഹണം സാധ്യമാക്കുന്നതോടൊപ്പം മറുഭാഗത്ത് ദൈവസാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കടമ നിറവേറ്റുന്നതിനായി മസ്ജിദിൽ പോവുകയും ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിന്റെ സ്നേഹതീരത്ത് എത്തിച്ചേരുന്നു. ഇബാദത്തിന്റെ യഥാർത്ഥ ആനന്ദം അപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ മസ്ജിദുകളിലും നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് നേരെ തിരിക്കുക എന്ന കൽപ്പന നടപ്പിൽ വരുത്തുമ്പോൾ അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സ്വരുകൂട്ടുന്നതാക്കി മാറ്റുന്നതാണ്. ഈ സ്ഥാനം കരസ്ഥമാക്കുന്നവരിൽ അവനെ ഉൾപ്പെടുത്തുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഓരോ പരിശ്രമത്തിനുമൊപ്പം അള്ളാഹുവിന്റേതായ ഒരു പ്രവർത്തനവും ഉണ്ടാകുന്നു. ഒരു നന്മയും തന്നെ നമുക്ക് നമ്മുടെ കരബലം കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രവൃത്തി നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെയും കൂടെ ഇല്ലെങ്കിൽ, അത് നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം ചേർന്നുകൊണ്ട് നന്മയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതാക്കി മാറ്റുന്നില്ലെങ്കിൽ ആ നന്മകളൊന്നും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും നന്മ ചെയ്യാനുള്ള പരിശ്രമവും എല്ലാം തന്നെ നമ്മുടെ ചിന്തയെ അള്ളാഹുവിലേക്ക് നിരയാക്കി വെക്കുന്നതായിരിക്കും. അതോടൊപ്പം ആരാധനയുണ്ടെങ്കിൽ അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് അവനോട് സഹായം തേടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ആരാധനയായിത്തീരുന്നതാണ്. ഇങ്ങനെയായാൽ വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഗണത്തിൽ നാം ഉൾപ്പെടുന്നതാണ്. അവനെ മാത്രം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഈ പ്രകാശപൂർണമായ സന്ദേശം, അതായത് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്നത് അവർക്ക് വഴികാട്ടുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആ സ്വീകാര്യതക്കായി അനിവാര്യമായ സംഗതി മനുഷ്യൻ തന്നിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്തുക എന്നതാണ്. തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ അതിലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദുആയിൽ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സമ്പൂർണമായ നിലയിൽ അള്ളാഹുവിനെ വിളിക്കുന്നവനെന്ന് പറയപ്പെടുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അതിർവരമ്പുകളെയും സൂക്ഷിക്കുമ്പോഴാണ്. ഈ അതിരുകളെ അവൻ അറിയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ അന്വേഷിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുക. ഈ കൽപ്പനകളാണ് ആ അതിർവരമ്പുകൾ. ഇതിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നു. ദുആ സ്വീകാര്യതയുടെ
അടയാളം അവൻ ദർശിക്കുന്നു. അള്ളാഹു പറയുന്നു, हर मस्जिद में ആദമിന്റെ മക്കളെ, ഓരോ മസ്ജിദിലും നിങ്ങളുടെ അലങ്കാരം സ്വീകരിച്ചുകൊള്ളുക. ഒരു വിശ്വാസിയുടെ സൗന്ദര്യം അവന്റെ തഖ്വയുടെ വസ്ത്രമാണ്. ഇവിടെ അതിർവരമ്പുകളുടെ ഒരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യന്റെ ആത്മീയ സൗന്ദര്യം എന്നത് തഖ്വയുടെ അതിസൂക്ഷ്മമായ എല്ലാ വശങ്ങളും സ്വീകരിക്കുക എന്നതാണ്. തഖ്വയുടെ അതിസൂക്ഷ്മമായ വശങ്ങളാണ് ആത്മീയ സൗന്ദര്യത്തിന്റെ അലങ്കാരവും മനോഹരമായ വർണ്ണലാവണ്യവും. അള്ളാഹുവിന്റെ അമാനത്തുകളും വിശ്വാസപരമായ പ്രതിജ്ഞാ പാലനവും കഴിവിന്റെ പരമാവധി നടപ്പിലാക്കുക എന്നതും ആപാദചൂടം നമുക്ക് നൽകിയിരിക്കുന്ന അവയവങ്ങളും കഴിവുകളും എല്ലാം തന്നെ അതിൽ ബാഹ്യമായി നോക്കുമ്പോൾ കണ്ണ്, ചെവി, കൈ, കാൽ, മറ്റവയവങ്ങൾ, ഇതേപോലെ ആന്തരികമായി ഹൃദയം, മറ്റു ശക്തികൾ എന്നിവയെല്ലാം തന്നെ, അതോടൊപ്പം സ്വഭാവങ്ങൾ, ഇവയെല്ലാം കഴിവിന്റെ പരമാവധി ശരിയായ സ്ഥലത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളെ അവയെ ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യുക. അതിന്റെ ഗുപ്തമായ ആക്രമണങ്ങളെ തൊട്ട് ജാഗരൂകരായിരിക്കുക. ഇതിന്റെ ഗുപ്തമായ ആക്രമണങ്ങൾ എന്താണ്? ഇവയെ ശൈത്താൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകൾ ശ്രദ്ധിക്കുക. ഇവയിലെല്ലാമാണ് മനുഷ്യന്റെ ആത്മീയ സൗന്ദര്യം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തഖ്വയെ ലിബാസ്, വസ്ത്രം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിബാസു തഖ്വ എന്നത് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആത്മീയ സൗന്ദര്യം, ആത്മീയ ഭംഗി തഖ്വ മൂലമാണ് ഉണ്ടാകുക എന്നതാണ്. തഖ്വ എന്നാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളെയും വിശ്വാസപരമായ പ്രതിജ്ഞകളും അതേപോലെ സൃഷ്ടികളുടെ എല്ലാ അമാനത്തുകളും കരാറുകളും എല്ലാം കഴിവതും നിറവേറ്റുക, അതായത് അതിന്റെ അതിസൂക്ഷ്മമായ വശങ്ങൾ പോലും അതായത് അതിന്റെ അതിസൂക്ഷ്മമായ വശങ്ങൾ പോലും നിറവേറ്റുന്നതിനായി കഴിവതും പരിശ്രമിക്കുക എന്നതാണ്. അതിന്റെ എല്ലാ സൂക്ഷ്മമായ വശങ്ങളും നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഉദ്ധരണിയിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടി വിശദീകരണം നൽകിയിരിക്കുന്നു. ആദ്യം അമാനത്തുകളെ പരിഗണിക്കേണ്ടതാണ്, കരാറുകളെ പരിഗണിക്കേണ്ടതാണ്. ഒരു അഹമ്മദി അള്ളാഹുവിന്റെ പ്രീതിക്കായി അമാനത്ത് പൂർണ്ണമായ രീതിയിൽ തിരിച്ചു നൽകുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അത് ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുമെന്നതാണ്. ഈ അമാനത്തിനെ സംരക്ഷിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതാക്കി മാറ്റുന്നതാണ്. ദുആ സ്വീകാര്യതയുടെ ദൃശ്യം നാം കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രീതി അന്വേഷിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. മസ്ജിദിലേക്കുള്ള നമ്മുടെ വരവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയുന്നതാണ്. അതിന്റെ കടമകൾ നിറവേറ്റുന്നവരായും നാം മാറുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മസ്ജിദ് നിർമ്മിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കരുത്. മസ്ജിദ് നിർമ്മിച്ചതിന് ശേഷം നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, മസ്ജിദിൽ അതിന്റെ സൗന്ദര്യത്തോടൊപ്പം പോവുക. അതിന്റെ സൗന്ദര്യം തഖ്വ മൂലമുണ്ടാകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തഖ്വ പ്രത്യക്ഷമാകുന്നത്
वक्त जाहिर होता है जब अल्लाह ताला के हुकूक അള്ളാഹുവിനോടുള്ള बंदों के हुकूक अदा കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുമ്പോഴാണ്, ऊंचे करने की തങ്ങളുടെ ആരാധനയുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ്, നമ്മുടെ നമസ്കാരം तकद्दुस का भी ख्याल हो। സംരക്ഷിക്കുമ്പോഴാണ്, മസ്ജിദിന്റെ പവിത്രതയെക്കുറിച്ച് ചിന്തയുണ്ടാകുമ്പോഴാണ്. പലരും ദുആക്ക് വേണ്ടി പറയാറുണ്ട്. दौरान मिलते हैं तो कहते हैं കൂടിക്കാഴ്ച വേളയിൽ ഇവിടെയും പലരും പറയുകയുണ്ടായി, तो उनमें से बाज के चेहरों അവരിൽ होता है ചിലരുടെ മുഖങ്ങളിൽ നിന്നും പ്രത്യേകം പ്രകടമാകുന്ന ഒരു കാര്യം कम से कम ഇത് ഒരു ആചാരമെന്ന നിലക്ക് इस पर अमल नहीं कर रहे, പറയുകയാണെന്നാണ്. खुद उनकी दुआओं की तरफ तवज्जो പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല, ദുആയെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല, നമസ്കാരത്തിലേക്ക് അവർക്ക് ശ്രദ്ധയില്ല. या पूछता हूँ നിങ്ങൾ 5 നേര നമസ്കാരം അനുഷ്ഠിക്കാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ जवाब होता है അവർ ഒഴിഞ്ഞു മാറാറാണുള്ളത്. ദുആക്ക് വേണ്ടി പറഞ്ഞാൽ മതി, और कुछ खुद कुछ നാം ഒന്നും ചെയ്യേണ്ടതില്ലെന്ന കാഴ്ചപ്പാട് ये बिल्कुल गलत तस्वर തെറ്റായ കാഴ്ചപ്പാടാണ്. तो इस्लाम की ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ इस्लाम की ആഗമനോദ്ദേശ്യം नया जमीन ഇസ്ലാമിന്റെ പുനർജനനമാണ്. और ये मकसद പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുക എന്നതാണ്. ഈ ലക്ഷ്യം പൂർത്തിയാകുന്നത് हर एक നമ്മളിൽ ഓരോരുത്തരും, जवान പുരുഷനും സ്ത്രീയും, तकवा യുവാവും മുതിർന്നവരും अल्लाह ताला തഖ്വയിൽ ചരിച്ചുകൊണ്ട് हक अदा करने वाला അള്ളാഹുവിന്റെ അമാനത്തിന്റെ തേട്ടം പൂർത്തിയാക്കുന്നവരായി തീരുമ്പോഴാണ്, തങ്ങളുടെ പ്രതിജ്ഞകളെ നിറവേറ്റുന്നവരായി മാറുമ്പോഴാണ്. अगर मुझे दुआ के लिए कहा है എന്നോട് ദുആക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ खुद भी तो नमाज സ്വയം ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, हजरत सल्लल्लाहु സ്വയം നമസ്കാരത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. अलैहि अगर तुम वो मकसद തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു സഹാബിയോടും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. दुआओं से मेरी നീ ഏതൊരു ലക്ഷ്യം കരസ്ഥമാക്കാനാണോ ആഗ്രഹിക്കുന്നത് അതിനായി എന്നോട് പ്രാർത്ഥിക്കാൻ നീ അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നീ നിന്റെ ദുആ മുഖേനയും പ്രവർത്തനങ്ങൾ മുഖേനയും എന്നെ സഹായിക്കുക. ദൈവിക പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം തന്നെ ഓരോരുത്തരെയും ദൈവവുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, यहाँ जिक्र कर चुका हूँ നിങ്ങൾ कि वली बनो വലിമാരാകുക, और पीर प्रश्न बनो। വലി പൂജകരാകരുത്, പീരുമാറാകുക, പീര് പൂജകരാകരുത്. ഇത് ഒരു ഖുത്ബയിൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഓരോരുത്തരും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണം. വിശ്വാസികളുടെ ജമാഅത്ത് പരസ്പരം സഹായിക്കുന്നു, പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നു. अपनी इबादतों के भी हक अदा करें और मखलूक के भी हक अदा करें। अपने अखलाक തങ്ങളുടെ ആരാധനയുടെ കടമകൾ നിറവേറ്റുക, സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുക. जो पैदा हो അന്യർ പോലും നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വഭാവ സംസ്കരണം വരുത്തുക. वली बनने का ये मकसद मतलब नहीं है कि हर एक अपनी अपनी गद्दी बना ले ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, कि अल्लाह ताला से പീർമാരും വലിമാരും ആവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോരുത്തരും അവരവരുടേതായ സംഘടനകൾ രൂപീകരിക്കുക എന്നതല്ല. तुफाक ताल्लुक हो। ഓരോരുത്തരും അള്ളാഹുമായി ബന്ധപ്പെടുക എന്നതാണ് ഇതിനർത്ഥം. ഇതും നടക്കുന്നത് हजरत सल्लल्लाहु अलैहि वसल्लम ഖിലാഫത്തിനോടൊപ്പം കൂറു പുലർത്തുമ്പോഴാണ്, तरक्की की ജമാഅത്തിനോടൊപ്പം ഒട്ടിപ്പിടിച്ചു നിൽക്കുമ്പോഴാണ്. उन्हीं लोगों കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിനോടൊപ്പം നിൽക്കുന്നവരുടെ വിജയത്തെക്കുറിച്ചാണ് പ്രവചനം ചെയ്തിട്ടുള്ളത്. इस बात को हमेशा ഇതെപ്പോഴും ഓർക്കേണ്ടതാണ്. और जैसा कि मैंने कहा ഈ മസ്ജിദ് बनने से നിർമ്മാണത്തോടുകൂടി यहाँ रहने वाले अहमदियों की जिम्मेदारियां बढ़ गई हैं। ഇവിടത്തെ അഹമ്മദികളുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുകയാണ്. इसकी നിങ്ങൾ ഈ മസ്ജിദിനെ ജനസാന്ദ്രമാക്കി മാറ്റണം. जीनत को लेकर आना है इस मस्जिद में जो खुदा ताला അള്ളാഹുവിന്റെ പക്കൽ സൗന്ദര്യമായി ഗണിക്കപ്പെടുന്ന സൗന്ദര്യത്തോടെ ഈ മസ്ജിദിൽ വരണം. और एक दूसरे के हकूक भी अदा करनी है। ये भी പരസ്പരമുള്ള കടമകൾ നിറവേറ്റണം. और इलाके में ഇതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. इस्लाम का ഈ പ്രദേശത്ത് पहुंचाना है। യഥാർത്ഥ ഇസ്ലാമിക സന്ദേശം എത്തിക്കുകയും വേണം. अगर ये हक अदा करते रहेंगे ഇതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ കടമകൾ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ तमीर के लिए തീർച്ചയായും माली നിങ്ങൾ മസ്ജിദ് നിർമ്മാണത്തിനായി कुर्बानियां ചെയ്തിരിക്കുന്ന സാമ്പത്തിക ത്യാഗങ്ങളും സമയത്തിന്റെ ത്യാഗങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പക്കൽ
സ്വീകരിക്കപ്പെടുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. അള്ളാഹു ഇവയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതിയുടെ കാഴ്ചകൾ കാണുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. और उसे आबाद रखें। അതിനാൽ ഈ ചിന്തയോടുകൂടി പള്ളിയിൽ വരിക, അതിനെ ജനനിബിഡമാക്കി മാറ്റുക. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ആരാധനയുടെ ആവേശത്തോടെ പകലും രാത്രിയും മസ്ജിദിൽ വരുന്നവർക്ക് അള്ളാഹു ആതിഥ്യമരുളുന്നതാണ്. चाहिए कि एक नमाज से दूसरी नमाज तक का जो दरमियानी फासला है, രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയം अगर वो खालिस तवज्जो अल्लाह ताला की तरफ रख ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കഴിച്ചുകൂട്ടുകയാണെങ്കിൽ कर रहा है, അവൻ അതിർത്തിയെ സംരക്ഷിക്കുന്നവനെ പോലെയാണ്. അവൻ ഷെയ്ത്താനിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. दाखिल होता है, അടുത്ത നമസ്കാരത്തിനായി മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ पास तकवा के साथ जाता है। തഖ്വയുടെ വസ്ത്രം അണിഞ്ഞു അവൻ പോകുന്നു. അതാണ് ഏറ്റവും നല്ല അലങ്കാരം. അതിനാൽ ഈ ഭൗതിക ലോകത്ത് ഈ സ്ഥാനം കരസ്ഥമാക്കുക എന്നതാണ് ഒരു അഹ്മദിയുടെ ഉത്തരവാദിത്വം. हम में से हर ഈ ഉത്തരവാദിത്വത്തെ നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. समझ लेंगे ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ वाले होंगे, നമ്മുടെ ആരാധനകളെ സംരക്ഷിക്കുന്നവരായി നാം മാറിയാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള സൗന്ദര്യത്തോടെ മസ്ജിദിൽ പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഫദലിനെ മുമ്പത്തേക്കാൾ കൂടുതൽ കരസ്ഥമാക്കുന്നവരായി ഇൻഷാ അള്ളാഹ് നമ്മൾ മാറുന്നതാണ്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അമിതത്വം കാണിക്കരുത്. क्योंकि हाथ से तजावुज करने वालों को अल्लाह ताला അമിതത്വം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. के खाने पीने में ഇതിന്റെ ഒരർത്ഥം चाहिए, ഭക്ഷണപാനീയങ്ങളിൽ സന്തുലനം വേണം എന്നതാണ്. गज़ा खानी चाहिए, ഹലാലും പരിശുദ്ധവുമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. क्योंकि गज़ा അതിലും സന്തുലിതാവസ്ഥ നിലനിർത്തണം. इंसान के ख्यालात കാരണം ഭക്ഷണം മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. भी है कि जरूरत से ज्यादा खाना इंसान को सुस्त और काहिल बना ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുക എന്നത് മനുഷ്യനെ അലസനും മടിയനുമാക്കി മാറ്റുന്നു. രാത്രിയിൽ കൂടുതൽ കഴിച്ചാൽ ഗാഢ നിദ്രയിലേക്ക് പോവുകയും സുബഹി നമസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. इसी जगह कुरान शरीफ में അള്ളാഹു പറയുന്ന മറ്റൊന്ന്, की निशानी है, അമുസ്ലിങ്ങൾ वो खाने पीने की तरफ भी ध्यान रखते हैं। ഭക്ഷണ പാനീയങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, खाना और पीना उनका मकसद മൃഗങ്ങളുടെ അവസ്ഥ പോലെ. उनका मकसद കാരണം തീറ്റയും കുടിയുമാണ് അവരുടെ ജോലി. എന്നാൽ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം ഇതിനേക്കാളും എത്രയോ ഉന്നതമാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. ये चीजें അള്ളാഹു എല്ലാ ഹലാലും പരിശുദ്ധമായ വസ്തുക്കളും മനുഷ്യന്റെ ഗുണത്തിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലോകം സമ്പാദിക്കുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗുണമെടുക്കാമെങ്കിലും ഇത് തന്നെ ആയിരിക്കരുത് നമ്മുടെ മുഖ്യ ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതായിരിക്കണം. असराफ न ഇത് കരസ്ഥമാക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്കായി നാം ഒരിക്കലും അമിതത്വം കാണിക്കാതിരിക്കുമ്പോഴാണ്. ആവശ്യത്തിൽ കൂടുതൽ അതിൽ മുഴുകരുത്. अगर ये दुनिया അവ ആരാധനകൾക്ക് തടസ്സമായി മാറരുത്. ഭൗതികമായ ഈ ഭക്ഷണപാനീയങ്ങൾ दुनियावी लज़्ज़ात इबादत ആരാധനയിൽ തടസ്സമായി മാറുകയാണെങ്കിൽ, तो ऐसे असराफ ഭൗതികമായ ആനന്ദങ്ങൾ ആരാധനയെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമിതത്വത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സന്തുലനം പരിപാലിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത്. അതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനെ അള്ളാഹു എതിർത്തിട്ടില്ല. അള്ളാഹു പറയുന്നത് വിശ്വാസികൾ पूरी तवज्जो से करने चाहिए और ഭൗതിക ജോലികൾ വളരെ ശ്രദ്ധയോടും താൽപര്യത്തോടും കൂടി ചെയ്യണം എന്നതാണ്. അതിൽ നീതി പാലിക്കണമെന്ന് അള്ളാഹു പറയുന്നു. എന്നാൽ ഭൗതിക സമ്പാദ്യം മതത്തെ മറക്കുന്ന തരത്തിലാണെങ്കിൽ, की तरफ से तवज्जो हटाने का बायस बन जाए, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതാണെങ്കിൽ, इंसान ഇവ മനുഷ്യനെ फजलों से അള്ളാഹുവിന്റെ ഫളിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്. को ऐसे അള്ളാഹുവിൽ നിന്നും അകറ്റുന്ന അമിതത്വത്തിൽ നിന്നും അള്ളാഹു നാം ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തിന്റെ ബഹുഭൂരിഭാഗവും ഈ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നവരാണെന്നത് അള്ളാഹുവിന്റെ ഫളിലാണ്. माली कुर्बानी के ज़िम्मन में बताया സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി. വളരെ കൂടുതൽ ത്യാഗം ചെയ്യുന്നവരാണ്. माली कुर्बानी की रूह को समझने वाली है।
സാമ്പത്തിക ത്യാഗത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്നവരാണ്. खर्च नहीं करते, लेकिन അവർ അവർക്കായി മാത്രമല്ല ചെലവഴിക്കുന്നത്. का इजहार कर എന്നാൽ പലവരും ഞാൻ എന്റെ ആശങ്ക രേഖപ്പെടുത്തിയതുപോലെ आबादी की तरफ भी इसी ഇതേ ആവേശത്തിൽ से പള്ളിയെ ജനസാന്ദ്രമാക്കുന്ന കാര്യത്തിലും ये मस्जिद ആവേശം കാണിക്കേണ്ടതാണ്. जैसा कि मैंने നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ മസ്ജിദ് बाहर से വളരെ മനോഹരമാണ്. नारा है, गुंबद है, മിനാരമുണ്ട്, ഗോപുരമുണ്ട്, मस्जिद പുറമേ നിന്ന് നോക്കിയാലും വളരെ മനോഹരമാണ്. का ये भी अल्लाह के फजल से काफी बड़ा है। മസ്ജിദിന് അകവും വളരെ വിശാലമായ സ്ഥലമാണ്. और हाल का भी मैं जिक्र कर चुका हूँ पहले, हॉल भी है यहाँ पहला पुराना പഴയ ഹാളും ഇവിടെയുണ്ട്. करके बड़ा खूबसूरत ഞാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞതാണ്. അതിനെയും ആധുനികവൽക്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. 1000 नमाजी ഈ രണ്ട് ഹാളുകളും കൂട്ടിയാൽ पढ़ सकते हैं। 1000 ആളുകൾക്ക് നമസ്കരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഏകദേശം की तादाद में होंगे यहाँ। 500-600 പേർ ആണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ഇത് നിറക്കാൻ ഇനിയും ആളുകൾ വേണം. शायद बड़ी लग रही हो। ഒരുപക്ഷെ ഈ മസ്ജിദ് നിങ്ങൾക്ക് വലുതായി ഇപ്പോൾ തോന്നിയേക്കാം. ഇന്ന് സിഡ്നിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒരുപക്ഷെ ആളുകൾ വന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും മസ്ജിദ് നിറഞ്ഞു കാണുന്നത്. ഇവിടത്തെ പ്രാദേശിക ആളുകൾ മാത്രമാണെങ്കിൽ ഒരുപക്ഷെ മസ്ജിദ് അല്പം കാലിയായും കിടന്നേക്കാം. അള്ളാഹു നിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. ഇവിടത്തെ പ്രാദേശികവാസികളാൽ ഈ പള്ളി നിറയട്ടെ. आने वाले अहमदियों അങ്ങനെ പള്ളി ചെറുതായി തീരട്ടെ. നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടത്തെ നാട്ടുകാരാൽ ഈ മസ്ജിദിൽ നിറയുകയും അങ്ങനെ നമസ്കാരക്കാരുടെ അംഗസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ്. അല്ലാതെ പാകിസ്ഥാനിൽ നിന്നും വരുന്ന അഹമ്മദികളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാകില്ല. എന്നാൽ ഈ ആഗ്രഹവും പ്രവൃത്തിയും और इसके लिए दुआ തബ്ലീഗ് ചെയ്യാതെ നേടിയെടുക്കാൻ കഴിയില്ല. बढ़ाएं തബ്ലീഗ് പ്രവർത്തനവും चाहिए। അതിനുള്ള പരിശ്രമവും വർദ്ധിപ്പിക്കുക, ദുആയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക. जल छोटी पड़ അള്ളാഹു ഈ മസ്ജിദിനെ വേഗം ചെറുതാക്കി കാണിക്കട്ടെ. ये मस्जिद കൂടുതൽ മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുമാറാകട്ടെ. ഈ മസ്ജിദ് की इंतहा ഈ പ്രദേശത്ത് നിങ്ങളുടെ അവസാനത്തെ പ്രവൃത്തിയല്ല. ഇത് പ്രാരംഭ കാൽവെപ്പാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മസ്ജിദ് മുഖേന ഇസ്ലാം പരിചയപ്പെടുത്തപ്പെടുന്നു എന്നതാണ്. ഇതില് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടത്തെ से जल्द പ്രാദേശിക ആളുകളിൽ जो पैदा हो, ഇതിലേക്ക് വേഗം ശ്രദ്ധ ഉണ്ടാകുമാറാകട്ടെ. उम्मीद है कि होगी। ഇൻഷാ അല്ലാഹ് അവർക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നതാണ്. हमारी मसाजिद ലോകത്തെവിടെയെല്ലാം നമ്മുടെ മസ്ജിദുകൾ कई गुना बढ़ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ बस इसलिए ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന पहले ही പ്രവൃത്തി പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. अपने ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അർത്ഥത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കുക. ഈ പരിചയപ്പെടുത്തൽ കാരണം ചുറ്റുമുള്ളവർ पहले से ज्यादा गहरी पड़ेगी। നിങ്ങളിലേക്ക് വളരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതാണ്. कहां से आए हैं, इसलिए പാകിസ്ഥാനിൽ നിന്നും कि वहाँ आजादी നിങ്ങൾ വന്നത് मस्जिदों में അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ മസ്ജിദുകളിൽ ആരാധന നടത്താൻ കഴിയില്ലായിരുന്നു. इसलिए आए हैं कि आजादी से अपने आप को അവിടെ നിങ്ങൾക്ക് कह सकते थे। മുസ്ലിം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അഹമ്മദി മുസ്ലിം എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു. इस मकसद को അതിനാൽ हासिल करने की कोशिश करके ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് अल्लाह के प्यार की नजर हासिल അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി കരസ്ഥമാക്കുന്നവരായി നിങ്ങൾ മാറുക. खूबसूरत पैगाम पहुंचाएं। आपका यहाँ यानी अक्सरियत का किसी खूबी की वजह से आना नहीं हुआ। നിങ്ങളിൽ ഭൂരിഭാഗവും ഏതെങ്കിലും മഹത്വം കൊണ്ടല്ല ഇവിടെ എത്തിപ്പെട്ടത്. मैंने कहा अहमदियत की पाकिस्तान में मुखालिफ പാകിസ്ഥാനിൽ അഹമ്മദിയത്തിനുള്ള എതിർപ്പ് കാരണമാണ്. एहसास दिलाएं അതിനാൽ നിങ്ങളുടെ മക്കളെ कि इस एहसान ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് जब हम मस्जिद की आबादी की तरफ നന്ദിയുള്ളവരായി നാം മാറുന്നത് इसका हक अदा അവന്റെ മസ്ജിദുകളെ നാം നിറക്കുമ്പോഴാണ്. അതിനോടുള്ള കടമ നിറവേറ്റുന്നവരായി നാം മാറുമ്പോഴാണ്. आज भी അതോടൊപ്പം തബ്ലീഗ് കാര്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോഴാണ്. में इसी तरह
പാകിസ്ഥാനിൽ നിത്യവും കേസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പരിഹാസ്യങ്ങളായ കേസുകളാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. 2 ദിവസം മുമ്പ് കത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു കത്തിൽ ഒരു FIR കുറിച്ച് പരാമർശമുണ്ട്. അത് 2 പേരാണ് രേഖപ്പെടുത്തിയത്. അതിപ്രകാരമാണ്: ഞാൻ ഒരു മിനാരവും ഗോപുരവും കണ്ടു. ഞാൻ അതിന്റെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായത് ഇത് കാദിയാനികളുടെ മസ്ജിദാണ്. അതറിഞ്ഞ് എന്റെ വികാരം വ്രണപ്പെടുകയുണ്ടായി. ഒരു യാത്രക്കാരൻ എന്ന നിലക്കാണ് ആദ്യം തുടങ്ങുന്നത്. ഈ മസ്ജിദ് നിർമ്മിച്ചവരാരാണെന്ന് 4 ദിവസം ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 8 ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ ഇവിടെയാണ് നമസ്കരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു മിനാരവും ഗോപുരവും പൊളിച്ചു മാറ്റുക. അവർ അത് അംഗീകരിച്ചില്ല. അതിനാൽ എന്റെ വികാരം വ്രണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഈ കേസ് രേഖപ്പെടുത്തുമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകളാണുള്ളത്. അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ജനങ്ങൾ അവിടെ താമസിക്കുന്നത്. നിങ്ങളിൽ ചിലരും അങ്ങനെയുള്ള അവസ്ഥകളിൽ കഴിഞ്ഞവരാണ്. അതിനാൽ ആ അവസ്ഥകളെ മറക്കരുത്. അവ ഓർക്കുകയും മസ്ജിദിനോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.